സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിടിച്ച മുയലിന് കൊമ്പ് 4 എന്ന് വിശ്വസിക്കുകയും അതുമായി എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സുധാകരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരുന്നു. സുധാകരൻ മത്സരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ച ഒറ്റ ഒരു നേതാവേ ഉണ്ടായിരുന്നുണ്ട്, അത് രമേശ് ചെന്നിത്തലയാണ്. പലരും സുധാകരനെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എടുത്ത് ചാടിച്ചു തന്നെ അവർക്ക് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. സതീശൻ്റെ ചില നിലപാടുകളൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ചർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ചില നിലപാടുകളൊക്കെ സതീശൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സതീശന് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. സുധാകരനെ അതുപോലെ തന്നെ അടൂർ പ്രകാശിനൊക്കെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രകടനത്തിലേക്കൊന്നും പോകാതെ തന്നെ കുറച്ചും കൂടി ഇത് രമ്യമായി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആരായാമായിരുന്നു, പലരുമായിട്ട് സംസാരിക്കാമായിരുന്നു. കാരണം സുധാകരൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഉറപ്പ് കിട്ടിയാലും ഞാൻ ഡൽഹിയിൽ വരുമെന്നുള്ള. രണ്ടാമത്തെ കാര്യം പുള്ളി എന്താ പറയുക, രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞത്. ഇത് രണ്ടും ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹം ഡൽഹിയിൽ ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. കണ്ണൂർ സിംഹം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സിംഹം ശ്രീ കെ സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ എനിക്ക് മത്സരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിടിച്ച മുയലിന് കൊമ്പ് 4 എന്ന് വിശ്വസിക്കുകയും അതുമായി എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണ്. പക്ഷേ നേരത്തെ പറഞ്ഞു, സിബി പറഞ്ഞു അയാൾ കണ്ണൂർ സിംഹമാണെന്ന്. ശരിയായിരുന്നു, ഒരു കാലത്ത് കണ്ണൂർ സിംഹമായിരുന്നു. അയാൾ ഗർജിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് കുലുങ്ങൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സുധാകരൻ യഥാർത്ഥത്തിൽ അത്ര ശക്തരല്ല എന്നുള്ളതാണ് നമ്മളിൽ മനസ്സിലാക്കേണ്ടത്. സുധാകരൻ്റെ ഈ ഇത്തരത്തിലുള്ള നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയാനായിക്കൊണ്ട് ഉള്ള ഈ നീക്കം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ തിരിച്ചടിയാവുമെന്നാണ് നമ്മളിൽ കാണേണ്ടത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം അവസാനിപ്പിക്കണം എന്നുള്ള ആലോചനകളിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. ദേശീയ നേതൃത്വവും അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. വി.ഡി. സതീശൻ്റെ യാത്ര അവസാനിച്ച് തൊട്ടുപിറ്റേന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നൊക്കെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിന് പറ്റാത്ത ചില സാഹചര്യങ്ങൾ കോൺഗ്രസിൽ പലയിടങ്ങളിലായുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സുധാകരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരുന്നു. സുധാകരൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ നിലവിലെ എംപിമാരൊന്നും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം അട്ടിമറിക്കപ്പെടും. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞാണ് 6 എംപിമാർ മത്സരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് അത് വലിയ രീതിയിലുള്ള കിറാമൊട്ടിയായി നിൽക്കുന്നു. ഇപ്പം നമുക്കറിയാം 6 പേരും മത്സരിക്കുകയും 6 പേരും ജയിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായ കേരളത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതി ഉണ്ടാവും. ഈ ഇലക്ഷനിൽ പല സീറ്റുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം ആറ്റിങ്ങൽ സീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം BJP ഏറ്റവും മുന്നിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ഇടങ്ങളിലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇപ്പോൾ കണ്ണൂരിൽ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എം വി ജയരാജനെ തോൽപ്പിച്ചുകൊണ്ട് കെ സുധാകരൻ ജയിച്ചതെങ്കിൽ പോലും ഒരു ബൈ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നൊക്കെ വെച്ചായിരിക്കും വിജയപരാജയങ്ങളൊക്കെ തീരുമാനിക്കാം. കേരളത്തിൽ ഈ പലപ്പോഴും ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കോൺഗ്രസ് ഒരുപക്ഷെ അധികാരത്തിൽ വന്നേക്കാം എന്ന് കരുതിയിട്ടാണ് ആളുകൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത്. ഒരു ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതോട് പരിഗണിക്കപ്പെടണം. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആറ്റിങ്ങൽ നഷ്ടപ്പെടും, കണ്ണൂർ ചിലപ്പോൾ നഷ്ടപ്പെടും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വടകര ഷാഫി മത്സരിക്കുന്നില്ല. ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറായവർ 2 പേർ എന്ന് പറയുന്നത് ഒന്ന് അടൂർ പ്രകാശും കെ സുധാകരനാണ്. അപ്പോൾ കെ സുധാകരൻ അടൂർ പ്രകാശിന് വേണ്ടിയിട്ടാണല്ലോ പല കോണുകളിൽ നിന്ന് വലിയ സമ്മർദ്ദതന്ത്രങ്ങൾ ഉണ്ടാകുന്നു, ഫ്ലക്സ് വെക്കുന്നു. വലിയ രീതിയിൽ സാമുദായിക സംഘടനകളിൽ നിന്നൊക്കെ ശിവഗിരി മഠത്തിൽ നടക്കം സമ്മർദ്ദം ഉണ്ടാകുന്നു. ഒരു സ്വാമി ശിവഗിരിയിൽ നിന്ന് കൊടുക്കാൻ പറയുമ്പോൾ മറ്റൊരു സ്വാമി കൊടുക്കരുതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ വരുന്നത് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ സുധാകരൻ മത്സരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ച ഒറ്റ ഒരു നേതാവേ ഉണ്ടായിരുന്നുണ്ട്, അത് രമേശ് ചെന്നിത്തലയാണ്. അപ്പം രമേശ് ചെന്നിത്തല അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്കറിയാലോ രമേശ് ചെന്നിത്തല വലിയ ശക്തിയായിരുന്നു. ഇന്ന് കോൺഗ്രസ് രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കാൻ MLA-മാരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ടായിരിക്കും ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ആരായിരിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊക്കെ ആലോചിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ചെന്നിത്തല. അതുകൊണ്ടാണ് ചെന്നിത്തല പല ആളുകൾക്കും വേണ്ടി വാദിക്കുന്നത്. ഈ ചെന്നിത്തലയുടെ ഗ്രൂപ്പുകാർ എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ ഇപ്പം ഇല്ല. അപ്പം ഈ രമേശ് ചെന്നിത്തലക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സുധാകരൻ MLA ആയാൽ തയ്യാറാവും.
ഇതിനു വേണ്ടിയാണ് സുധാകരനെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. പലരും സുധാകരനെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എടുത്ത് ചാടിച്ചു തന്നെ അവർക്ക് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി ആരായിരിക്കും? രമേശ് ചെന്നിത്തലയാണോ, വി ഡി സതീശനാണോ, ഈ മത്സരിക്കാതെ ചില നേതാക്കന്മാരാണോ വരിക എന്നുള്ളതിനെ ഇതിനകത്ത് എന്തൊക്കെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പരമസത്യം എന്താണെന്ന് വെച്ചാൽ KC വേണുഗോപാൽ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അല്ല, അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും ശക്തനായി നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. അതിന് സംശയമില്ല. വി ഡി സതീശനെതിരെ കോൺഗ്രസ് തന്നെ വലിയ അഭിപ്രായ ഭിന്നതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സതീശന്റെ ചില നിലപാടുകളൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ചർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ചില നിലപാടുകളൊക്കെ സതീശൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സതീശന് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പം ഇതിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുല, ഇപ്പോൾ സുധാകരൻ പ്രശ്നം കുറച്ചും കൂടി നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇലക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ് പിന്നെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് പിൻവലിക്കാനുള്ള ഡേറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവർ കോൺഗ്രസിന്റെ മുന്നിലുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ മുന്നിലുള്ളത് കേവലം 14 ദിവസം മാത്രമാണ്. ഈ 14 ദിവസം കൊണ്ട് വേണം പ്രചരണങ്ങളെല്ലാം കൊണ്ടുപോകാനും വോട്ടർമാരെ കാണലും വീട് കയറലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി വളരെ കുറച്ച് സമയം മാത്രമേ. തീർച്ചയായിട്ടും ആ പ്രഖ്യാപനം നടന്നാൽ പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പിന്നെ ഒരു വിശ്രമമില്ലാതെ പ്രവർത്തിച്ചാൽ മാത്രമേ ഓടിയെത്താൻ പറ്റുള്ളൂ. ശരിക്കും കേരളത്തിൽ അത്തരത്തിൽ ഒരു ഷോർട്ട് ടൈം ഇലക്ഷൻ നമുക്ക് കാണുന്നത് ആദ്യമായിട്ട്. ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിലേക്ക് ഉണ്ടാവില്ല, ഏതാണ്ട് ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്കാവും. ഏപ്രിൽ 23 ശേഷമൊക്കെ ആയിരിക്കും ഇലക്ഷൻ എന്നായിരുന്നു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് പോലും അതുകൊണ്ടാണ് ഇതിനെ സാമട്ടത്തിൽ കണ്ടത്. അല്ലെ, കോൺഗ്രസിനും കുറച്ച് നേരത്തെയൊക്കെ സ്ഥാനാർത്ഥികളെ തർക്കമുള്ളത് ഒഴിച്ചു വെച്ച് ബാക്കി പ്രഖ്യാപിക്കാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ഒരു അവസാനത്തോ മെയ് ആദ്യവാരത്തോടു കൂടി ഇലക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയി. അതെ, അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു. അത് ഇവർക്കുണ്ടായ ഒരു തെറ്റാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ വരാനിരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായും സജ്ജരാവേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ CPM അവർക്ക് പെട്ടെന്ന് തന്നെ ഇലക്ഷനിൽ കുറച്ചും കൂടി മേൽക്കൈ കിട്ടാനുള്ള കാരണം എന്താണ്? അവർ നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തി. പല സ്ഥലങ്ങളിലും ഇന്നലെയും ഒക്കെ ആയിട്ട് ശക്തി പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ വഹിച്ചുകൊണ്ടുള്ള ശക്തി പ്രകടനങ്ങൾ കഴിഞ്ഞു. റോഡ് ഷോ കഴിഞ്ഞു. ഈ റോഡ് ഷോ എന്ന് പറയുന്നത് ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ആധിപത്യത്തിലേക്ക് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് CPM-നേക്കാൾ ഒരു ദിവസം മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് റോഡ് ഷോയൊക്കെ നടത്താൻ വേണ്ടി കഴിഞ്ഞേനെ. അതിന് പറ്റാതെ പോയതെന്ന് പറഞ്ഞാൽ സുധാകരനെ പോലെയുള്ള അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ പോലെയുള്ള ആളുകൾ, നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ചെക്ക് വെച്ചതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ സുധാകരനെ അതുപോലെ തന്നെ അടൂർ പ്രകാശിനൊക്കെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രകടനത്തിലേക്കൊന്നും പോകാതെ തന്നെ കുറച്ചും കൂടി ഇത് രമ്യമായി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആരായാമായിരുന്നു, പലരുമായിട്ട് സംസാരിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി ദേശീയ നേതൃത്വം ഒരു സംശയത്തിനും വകയില്ലാതെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ആരും മത്സരിക്കില്ല എന്നുള്ളത്. അപ്പോൾ സുധാകരൻ എങ്ങനെ വായിക്കും? ഇപ്പൊ സുധാകരൻ ഇപ്പം ഡൽഹിയിൽ നേതൃത്വമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ? അപ്പം സിംഹം ആണല്ലോ, സിംഹത്തിന് മെരുക്കണല്ലോ. അപ്പൊ സിംഹം അത്ര പെട്ടെന്ന് മെരുങ്ങില്ല. അതുകൊണ്ട് സിംഹം ഗർജിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സിംഹത്തിനെ മെരുക്കാനുള്ള ചില മാർഗങ്ങൾ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡോ AICC ചില വക്താക്കളൊക്കെ ചേർന്നുകൊണ്ട്, ഇപ്പം മധുസൂദൻ മിസ്ത്രിക്കാണ് ഇവിടുത്തെ ചുമതല, ദീപാദാസ് മുൻഷിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞവരാണ്. ഈ KC വേണുഗോപാൽ ഇവർ 3 പേരും ചേർന്നുകൊണ്ട് ഏറെക്കുറെ ഒരു ഫോർമുല തയ്യാറായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ മിനിസ്ട്രിയിൽ സുധാകരനെ കൂടെ ഉൾപ്പെടുത്താമെന്നും കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും കണ്ണൂരിൽ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇദ്ദേഹം മിനിസ്ട്രിയുടെ ഭാഗമാകാനും ഈ MLA ജയിച്ചു വരുന്ന MLA രാജിവെച്ച് അദ്ദേഹം തിരിച്ച് പാർലമെന്റിൽ നടക്കുന്ന ബൈ ഇലക്ഷനിൽ മത്സരിച്ച് അദ്ദേഹം പാർലമെന്റിലേക്ക് പോകട്ടെ, ഇത് വച്ചു മാറുക എന്നുള്ള ഒരു ഫോർമുലയാണ് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ സുധാകരൻ ഇതിൽ കൊത്തും എന്നാണ് കഴിഞ്ഞത്. കണ്ണൂരെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മളിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ടി എം മോഹൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ മുൻ മേയറാണ്. പിന്നെയുള്ളത് അമൃത അതെ, പിന്നെയുള്ളത് ഈ സുധാകരന്റെ ശിഷ്യൻ എന്നറിയപ്പെടുന്ന റിജിൽ മാക്കുറ്റിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് റിജിൽ മാക്കുറ്റി. ഇതില് സ്വാഭാവികമായി ഈ സ്ഥാനാർത്ഥി ആകേണ്ടത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു
രീതി വെച്ച് ഇതിൽ സ്ഥാനാർത്ഥിയായി വരേണ്ടത് ടി എ മോഹനൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ടി എ മോഹനനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുപക്ഷെ ഇദ്ദേഹം തയ്യാറാവുമോ എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അതായത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി മാത്രമേ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പറ്റൂ എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട്. അദ്ദേഹത്തെ എത്ര തന്നെ പല്ലുകൊഴിഞ്ഞു എന്ന് പറഞ്ഞാലും സിംഹമാണല്ലോ. കേരള സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ അണികളുള്ള അല്ലെങ്കിൽ ഫാൻ ഗ്രൂപ്പുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. പക്ഷേ സുബി, നമ്മളിൽ കാണേണ്ടത് ഉണ്ടായിരുന്നേ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ ഒരു രീതി വെച്ച് കോൺഗ്രസിൽ ആരാണോ ശക്തൻ ആ നേതാവിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എപ്പോഴും മാറി മറിയുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കരുണാകരനും ആന്റണിയും ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു ഗ്രൂപ്പ് നേതാക്കന്മാരൊന്നും ഇപ്പോൾ കേരളത്തിൽ ഇല്ല നമ്മൾ കാണുന്നില്ല. നേതാക്കന്മാരും കോൺഗ്രസിലില്ലല്ലോ. കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു കരിഷ്മയുള്ള ഒരു ലീഡറെ നമുക്ക് എടുത്തു കാണിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ ഇവർ മേൽക്കൈ നേടണമെന്ന് ഇവർ ആത്മാർത്ഥമായി അല്ലെങ്കിൽ അധികാരം തിരിച്ചു പിടിക്കണം എന്ന് ഓരോ നേതാവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ന് വെടിനിർത്തൽ ഉണ്ടാവണം. ഇന്ന് വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഈ അധികാരത്തിൽ തിരിച്ചെത്തും. മന്ത്രിക്കുപ്പായൊക്കെ വീട്ടിൽ തന്നെ തയ്ച്ചിട്ട് അവിടെ തന്നെ വെക്കണം, ടാങ്കർ തന്നെ ഇടേണ്ടി വരും. ഇത്തരത്തിലുള്ള ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാക്കി പിന്നെയും മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ എൻ്റെ പൂർണ്ണമായ വിശ്വാസം, ഞാൻ ഇന്നലെ ഡൽഹിയിൽ ചില നേതാക്കന്മാരൊക്കെ കണ്ട് അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നോടുകൂടി വെടിനിർത്തൽ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം സുധാകരൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഉറപ്പ് കിട്ടിയാലും ഞാൻ ഡൽഹിയിൽ വരും എന്നുള്ള. രണ്ടാമത്തെ കാര്യം പുള്ളി എന്താ പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞത്. ഇത് രണ്ടും ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹം ഡൽഹിയിൽ ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പ്രശ്നത്തിൽ ഇന്നോടുകൂടി പരിഹാരം ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം.